ആസ്പിരൻസ് പുതിയൊരു സ്റ്റഡി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ എൻ്റെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് 6 മണി ടു 8:30 എന്ന് പറയുന്ന ഒരു മോർണിംഗ് സ്റ്റഡി ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കണമുണ്ട്, എനിക്ക് കുറച്ച് അധികം രാവിലെ പഠിക്കാൻ ടൈം കിട്ടുന്നുണ്ട്. മോന് ഒരു 8:30 കഴിഞ്ഞിട്ടേ അവന് ഉണരത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ രാവിലെ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ പഠിക്കുന്നത് മേത്സ് സബ്ജക്റ്റാണ്. ഞാൻ എപ്പോഴും മേത്സ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടൊരു മെത്തേഡാണ് കഴിഞ്ഞ ടൈം വരെ പഠിച്ച് വെച്ച മേത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഫുള്ള് ഞാനൊന്ന് എഴുതി റഫ് പേപ്പറിൽ എഴുതി പഠിച്ചിട്ടാണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. ആ ക്ലാസ്സിന് കണ്ടിന്യൂഷൻ കിട്ടും, ഇക്വേഷൻസ് മറന്നു പോകത്തില്ല. അങ്ങനെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ റഫ് പേപ്പറിൽ എഴുതി പഠിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും, നമുക്കൊരു റിവിഷനും കൂടിയാവും. അപ്പോൾ ഓരോ തവണ മേത്സ് നമ്മൾ കുറച്ചും കൂടി ബേസ് ഒന്നും ഇല്ലാത്തവർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക. കുറച്ച് ടൈം എടുക്കുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇമ്പ്രൂവ്മെൻറ്റ് നല്ലപോലെ ഉണ്ടായിട്ടുള്ളൊരു മെത്തേഡാണിത്. പിന്നെ പറഞ്ഞാൽ എനിക്ക് പ്യൂണിൻ്റെ എക്സാം 29-ാം തീയതി ഉണ്ടായിരുന്നു. ആർക്കൊക്കെ എക്സാം ഉണ്ടായിരുന്നു എന്നുള്ളവരും അവർക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഓവറോൾ എക്സാമിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു എക്സാമായിരുന്നു. GK ഒക്കെ നല്ല എളുപ്പമായിരുന്നു. അതിന് എനിക്ക് 2-3 മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ചാൽ ഓപ്ഷൻ മാറി ഞാൻ കറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എക്സൈറ്റ്മെൻറ്റ് കൂടിയപ്പോഴത്തേക്ക് പറ്റിപ്പോയതാണ്. കുറച്ച് ടഫായിട്ടുള്ളൊരു പോർഷൻ എന്ന് വെച്ചാൽ കറണ്ട് അഫേഴ്സ് ആയിരുന്നു. കാരണം കറണ്ട് അഫേഴ്സ് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് നല്ല സിമ്പിളായിട്ടുള്ള എക്സാം ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇല്ലാത്തവർക്ക് കറണ്ട് അഫേഴ്സ് കുറച്ചധികം പാടായിരുന്നു എന്ന് പറയാം. കറണ്ട് അഫേഴ്സ് നമ്മൾ നോക്കണം. ഇപ്പോൾ ഒരു 15-20 മാർക്കോളം കറണ്ട് അഫേഴ്സ് തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കറണ്ട് അഫേഴ്സ് ഞാൻ ഇനി മുതൽ ഡെയിലി കറണ്ട് അഫേഴ്സ് നമ്മൾ LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നവംബർ 30-നും 29-നും 28-നുമുള്ള കറണ്ട് അഫേഴ്സ് എഴുതി പോയിട്ടുണ്ട്. അതിൻ്റെ നോട്ട് ഞാൻ നാളെ കാണിക്കാവേ. അപ്പോഴത്തേക്കും ഞാൻ ഇന്ന് ഫസ്റ്റ് പഠിക്കുന്നത് മേത്സാണ്. ആദ്യം ഫുള്ള് എഴുതി പഠിച്ച് കുറച്ച് ടൈം എടുക്കുക, 1/2 മണിക്കൂർ 1 മണിക്കൂർ എത്രയാണോ എടുക്കട്ടെ ടൈം. നമ്മൾ എന്തായാലും കഷ്ടപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. അപ്പം ടൈം എത്ര ആയിപ്പോയി അല്ലെങ്കിൽ ടൈം കൂടിപ്പോയി, പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചത് തന്നെ പഠിക്കണം, എങ്കിലേ റിവിഷൻ കിട്ടത്തുള്ളൂ. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങളിരുന്ന് മേത്സൊക്കെ ഇങ്ങനെ പഠിച്ചു നോക്കുക. ഭയങ്കര സിമ്പിളായിരിക്കും. നമുക്ക് മൂഡാണ് നമ്മളെ പ്രശ്നം. രാവിലെ എണീച്ച് നല്ലൊരു മൂഡിലിരുന്ന് പോസിറ്റീവായിട്ടിരുന്ന് കാര്യങ്ങൾ ചിന്തിച്ച് അങ്ങോട്ട് ചെയ്താൽ ഒരു ബോറുമില്ല, പെട്ടെന്ന് പഠിക്കാനും പറ്റും. സോ അതിന് ശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മേത്സ് LGSന് വേണ്ടി ഫോളോ ചെയ്യുന്നത് ട്രിക്ക് ടേൺ എന്ന് പറയുന്ന PSC ചാനൽ വഴിയാണ്. ഡെയിലി ഞാൻ 2 മണിക്കൂറാണ് മേത്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാര്യം 1 മണിക്കൂർ ഞാൻ റിവിഷൻ ടൈമായിട്ടും 1 മണിക്കൂർ ഞാൻ ക്ലാസ് കേൾക്കാനും വേണ്ടി യൂസ് ചെയ്യും. ഭയങ്കര യൂസ്ഫുൾ ആകുന്നുണ്ട് എനിക്ക് മേത്സ് അങ്ങനെ പഠിച്ചു വരുമ്പോഴത്തേക്കും. എക്സാം എഴുതാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാമിൽ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടണത് അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു എക്സാം നിങ്ങൾ എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇരുന്ന് തന്നെ എഴുതണം. അങ്ങനെ എഴുതി തന്നെ ശീലിക്കുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് വരാനൊക്കെ സാധിക്കും. ഇത്രയും മാർക്ക് എനിക്ക് ഈ എക്സാമിന് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വരുന്ന LGS എക്സാമിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ അതിൻ്റെ കറണ്ട് അഫേഴ്സൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് കറണ്ട് അഫേഴ്സ് ആഴത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ കറണ്ട് അഫേഴ്സും എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം ഞാനൊരു PYQ നോട്ടിലും കറണ്ട് അഫേഴ്സ് നോട്ടിലൊക്കെ ആയിട്ട് എഴുതി വെച്ച് തന്നെയാണ് പഠിക്കുന്നത്. സോ അതിന് വേണ്ടി ഞാൻ കുറച്ച് ടൈം യൂസ് ചെയ്യും. ഏതൊരു എക്സാം കഴിഞ്ഞ് വന്നാലും ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. എനിക്ക് അതിലുള്ള കറണ്ട് അഫേഴ്സും എനിക്ക് അറിഞ്ഞുകൂടാത്ത പോർഷൻസൊക്കെ നമ്മൾ എഴുതുമ്പോഴത്തേക്കും ഇനി ഒരു എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ വരും. അതുപോലെ നമ്മളത് വായിച്ച് നോക്കാനൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ നോട്ട്സൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിൽ വരും. സോ അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ എഴുതി പഠിക്കുന്നത്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡെയിലി കറണ്ട് അഫേഴ്സ് LGS എക്സാമിന് വേണ്ടി പഠിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നവംബർ 28 ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, നവംബർ 28 വരെയുള്ള കറണ്ട് അഫേഴ്സ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പുറകിലോട്ടും വെച്ചാൽ ഒരു ദിവസം ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം 28-ാം തീയതി ഡിസംബർ 1, ഇനിയിപ്പം നാളെ 27-ാം തീയതി ഡിസംബർ 2, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും ഡെയിലി കറണ്ട് അഫേഴ്സ് പഠിച്ചു പോകാൻ വേണ്ടിയാണ് വിചാരിക്കുന്നത്. അപ്പം 2 ദിവസത്തെ കറണ്ട് അഫേഴ്സ് വീതം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകുന്ന മെത്തേഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.